ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷുഗറിനെ പറ്റി, ഡയബറ്റീസിനെ പറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 10-ൽ 1 അതുപോലെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 9-ൽ 1 ഡയബറ്റിക് ആണ്. ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെങ്കിൽ 500 മില്യണിലേക്ക് കൂടുതൽ ഡയബറ്റീസ് പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രമേഹത്തെ പറ്റി വിശദമായി അറിയാനുള്ള ഒരു സ്മോൾ ഡിസ്കഷൻ. ആദ്യമായിട്ട് നമുക്ക് പറയുമ്പോൾ ഒരു പ്രമേഹം 3 തരത്തിലുള്ളതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ടൈപ്പ് 1, ഒന്ന് ടൈപ്പ് 2, പിന്നെ ഗർഭിണികളിൽ വരുന്ന പ്രമേഹം. ഇതാണ് നമ്മൾ 3 തരം പ്രധാനമായിട്ട് കാണുന്നത്. ഇതിൽ ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസിനെ സംബന്ധിച്ചിടത്തോളം രോഗിയുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ നമുക്ക് ഇൻസുലിൻ അവർക്ക് കൊടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. അപ്പോൾ അത് ടൈപ്പ് 1 ഡയബറ്റീസിന് ട്രീറ്റ്മെൻറ്റ് ഇൻസുലിൻ മാത്രമാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്ന പ്രമേഹത്തിൻ്റെ ഒരു 90% ഉള്ളത്. ഇത് പ്രധാനമായിട്ടും ഒരു ജീവിതശൈലി രോഗമാണ്. ജനിതകമായിട്ട് പ്രമേഹം വരാൻ സാധ്യതയുള്ളവരിലെ ഭക്ഷണം, എക്സസൈസ്, ഒബീസിറ്റി എന്നിവ മൂലം ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ ഇല്ലാതിരിക്കുകയും ഉള്ള ഇൻസുലിൻ ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയും സംഭവിക്കുന്നത് കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭൂരിഭാഗം ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളത്. പിന്നെ അത്ര കൂടുതലില്ലാത്ത ഒന്നാണ് ഗർഭിണികളിൽ മാത്രം കാണുന്ന GDM എന്ന് പറയുന്ന ഡയബറ്റിസ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പ്രമേഹം എന്നുള്ളതിൻ്റെ പ്രധാനമായിട്ടുള്ള ഇറ്റിയോളജി ആയിട്ട് പറയുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് ആണെന്ന് ലോകത്തിലെ ഇതൊരു എപ്പിഡമിക്കായിട്ട് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളവും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും. നമ്മുടെ ഈ ഏരിയയിൽ ഇത് കൂടുതലാവാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് നോക്കുകയാണെങ്കിലും നമ്മുടെ ഫുഡിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് 70 to 80% കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ കൺട്രോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ആവശ്യത്തിനുള്ള എക്സസൈസുകൾ കൊണ്ടുവരിക, സ്ട്രെസ് അവോയ്ഡ് ചെയ്യുക, റെഗുലർ ചെക്കപ്പ് ചെയ്ത് അതുവഴി വേണ്ട മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളവയാണ്. താങ്ക് യു.